ഇതെല്ലാം ചെയ്യുന്ന സമയത്തും ഓക്കെ ഐ എം ഹാപ്പി, ഐ എം പ്രൗഡ് ഓഫ് യു, നത്തിങ് മോർ ദാൻ ദാറ്റ്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഒരു അശ്വതി ഒരു ആർട്ടിസ്റ്റ് കിടപ്പില്ലേ, അതെവിടെ അതിനെ ഒളിച്ചു വെച്ചേക്ക് വന്നു? അങ്ങനെയൊന്നുമില്ല. ഓപ്പർച്യൂണിറ്റീസ് വരുന്ന സമയത്ത് ഐ എം ഓപ്പൺ ടു ഇറ്റ്. പക്ഷെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു എഫേർട്ട് എടുക്കുന്നില്ല എന്നുള്ളതൊരു അത് ശരിയല്ല. അതെന്താന്ന് വെച്ചാല് ഇപ്പൊ ഒരു സംഭവം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം. അപ്പൊ അതിന്റെ പുറകിൽ ഒരുപാട് സ്റ്റാഫ്. അപ്പൊ ഇതൊന്ന് എവിടെയെങ്കിലും ഒന്ന് ഒന്ന് ആങ്കർ ചെയ്യാണ്ട് എനിക്ക് പെട്ടെന്ന് ഞാൻ പല വഴിക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ നമ്മളൊരു ഓൺട്രപ്രണർ ആവുന്ന സമയത്ത് കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ എനിക്ക് പെട്ടെന്ന് അത് ഇട്ടിട്ട് അങ്ങനെ ഒരുപാട് പരിപാടിക്ക് പോകാൻ പറ്റില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് ദൂരേക്ക് മാറി നിൽക്കേണ്ടി വരും. എനിക്ക് ഹസ്ബൻഡ് എല്ലാ സമയത്തും വീട്ടിലുള്ള ആളല്ല. അപ്പം ആള് വിദേശത്താ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഇവിടെ ആയിട്ടാണ് മോസ്റ്റ് ഓഫ് ദ ടൈം കുട്ടികളുടെ കൂടെ ഞാനാണ് ഉണ്ടാവുന്നത്. അപ്പൊ എനിക്ക് ദൂരെയൊക്കെ പോയിട്ട് അധികം വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ മാക്സിമം ഒരു ദിവസം ഒക്കെയാണ് മാറി നിൽക്കുക, ഒരു ദിവസം 2 ദിവസം. അത് കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് വീട്ടിൽ വരണം. അപ്പൊ എനിക്ക് അങ്ങനത്തെ പ്രോജക്ട്സ് എടുക്കാനും പറ്റില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ അത് ഞാൻ ആ സമയത്ത് അവർക്ക് എന്നെ വേണ്ട സമയമായതുകൊണ്ട് അത് പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി അത് വേണമല്ലോ, അമ്മമാർ ഇരിക്കേണ്ട സമയത്ത് അമ്മമാർ ബാലൻസിങ് നടക്കുന്നത് കൊണ്ട്. വെരി ഗുഡ്. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് അശ്വതിയിലെ ഉള്ളിലുള്ള ആർട്ടിസ്റ്റിനെ ഞങ്ങൾ മലയാളി പ്രേക്ഷകർ മറക്കുന്നില്ല, കൂടെ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് നല്ല ക്യാരക്ടേഴ്സ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും മുന്നോട്ട് വരണം. അറ്റ് ദ സെയിം ടൈം ഇതും ഞങ്ങൾ എൻകറേജ് ചെയ്യുന്നുണ്ട്. ലൈഫ് കോച്ച്, യെസ്, സംതിങ് ഗുഡ്. ആരുടെയെങ്കിലും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണം, സക്സസ് ഉണ്ടാവണം. ഇനിയുള്ള ജനറേഷൻസ് ഈ പറഞ്ഞ പോലെ ഡിപ്രഷൻ ഒരു സാധനം പാടില്ല. ഇനിയുള്ള ജനറേഷൻ എന്നല്ല, നമ്മുടെ ലൈഫിലും ഒക്കെ ഡിപ്രഷൻസ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എല്ലാവരും പെർഫെക്റ്റ് ആണോ ലോകത്ത്? അല്ല, ഞാൻ ഡിപ്രഷൻ ഇല്ലാത്തൊരു വ്യക്തിയാണ് എന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. എല്ലാവർക്കും ഒരു ഹെൽപ്ഫുള്ളായി മാറട്ടെ ഈ ഒരു ഫേം. അതിന്റെ ഒരു എന്താ പറയാ, ഒരു വെൽ വിഷർ എന്ന നിലയ്ക്ക് പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ഞാൻ ഇനി എന്റെ പരീക്ഷണം നോക്കാം പ്ലീസ്. അതാ ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് എന്ന് പറയരുത്. അയ്യോ. ഇത് എന്ത് ചിക്കൻ കറിയാ? ഒരു നാടൻ ചിക്കൻ കുറുമ. ഓക്കെ. അതായത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് അമ്മച്ചിമാര് പണ്ട് എഴുതി വെച്ചാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരത്തിയൊക്കെ വല്ല കുക്കിംഗ് ക്ലാസ്സിനൊക്കെ പോയി കാണുമായിരിക്കും. ആ സമയത്ത് പുള്ളിക്കാരത്തിന്റെ റെസിപ്പീസ് എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു ബുക്ക് കിട്ടി എനിക്ക്. അപ്പൊ അതീന്ന് തട്ടിയെടുത്ത് നല്ല പറയും. ശരിക്കും പഴമയുടെ രുചി എന്ന് പറയുന്നത് ഇതാ. അശ്വതിയെ കഴിച്ചു, കുറച്ച് കഴിഞ്ഞിട്ടാണ് ആ റിയാക്ഷൻസ് ആ കണ്ണിൽ കൂടി വന്നത്. ശരിക്കും അല്ല, ഞാൻ പറയല്ലേ, നമ്മുടെ പഴമയുടെ രുചി എപ്പോഴും എന്താ പറയാ ഭയങ്കരമാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇനിയിപ്പോ ഈ ജനറേഷനിൽ ഇപ്പൊ ഞാൻ തന്നെ എക്സാമ്പിൾ, ഒരു കറി ഉണ്ടാക്കി അതിനകത്ത് എന്തൊക്കെ ഇട്ട് അതിനെ ഇല്ലാതാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിനെ എന്തൊക്കെ വേറെ വേർഷൻ ആക്കി മാറ്റാൻ പറ്റുമോ? അല്ലേ, നമ്മൾ ശ്രമിക്കുന്നില്ലേ? മിനിമം ഇൻഗ്രീഡിയൻസിൽ പണ്ട് ചെയ്തിരുന്ന സംഭവങ്ങൾക്ക് ഭയങ്കര ടേസ്റ്റ് ആണ്. ഇത് രാവിലെ കഴിക്കുന്നതിനെക്കാട്ടിലും എനിക്കിഷ്ടം ഈവനിങ്ങിൽ എല്ലാവരും അപ്പത്തിനൂടെ കഴിക്കുന്നതിനാണ് കുറച്ചുകൂടെ ടേസ്റ്റ് വരിക. എനിവേ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ദിസ് ഡെലീഷ്യസ് ഫുഡ്. താങ്ക് യു. അപ്പൊ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി. എനിക്കിപ്പോ മനസ്സിലായതുപോലെ നിങ്ങൾക്ക് മനസ്സിലായെന്നല്ല, എന്നെക്കാട്ടിലും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഒന്നുമില്ല, ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ അശ്വതിയോട് പറഞ്ഞ പോലെ കുറച്ചൊരു ഡിപ്രഷൻ ആണ് എനിക്കെന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ ഞാൻ ജീവിതത്തിൽ സക്സസ് ആണ്, എനിക്ക് ചെയ്യാൻ പറ്റും, ആ കോൺഫിഡൻസ് നമ്മുടെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിച്ചാൽ, നമ്മുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിള്ളേർ ഡിപ്രഷനൊക്കെ മറന്നു പോകുന്നേ, പിള്ളേർ സക്സസിലേക്ക് ഓടിയെത്തും. വേറെ ആർക്കും പിള്ളേരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ അച്ഛനും അമ്മയ്ക്കും മാത്രമേ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവരായിരിക്കും അവരുടെ ഏറ്റവും വലിയ ക്രിട്ടിസൈസ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതും. ആ ഒരു ഇതിൽ നമ്മൾ കുട്ടികളെ കൂടെ പിടിച്ചാണ്ടല്ലോ, ഒന്നും പേടിക്കണ്ട, നാളെ അവരുടെ പേരിൽ നമ്മൾക്ക് അഭിമാനിക്കാം.